പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങിലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. സ്നേഹം തന്നെയായ ഈശോയെ, ഞങ്ങളോട് അവിടുന്ന് കാണിക്കുന്ന അതിരുകളില്ലാത്ത സ്നേഹവാത്സല്യങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഇന്നേ ദിനം അവിടുത്തെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നു. എത്ര മനോഹരമാണ് അവിടുത്തെ വചനം. അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കുന്നത്. ഒന്നിനും കുറവ് വരാതെ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലും ശുശ്രൂഷാ രംഗങ്ങളിലും ജോലി സ്ഥലങ്ങളിലും കുടുംബങ്ങളിലും വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല. ഞങ്ങളെ ആരും പരിഗണിക്കുന്നില്ല തുടങ്ങി ഒട്ടേറെ പരാതികൾ ഞങ്ങൾ അങ്ങയോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിന് യോജിച്ച വിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കണമേ. അവിടുത്തെ നിർമ്മല സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും ദൈവ സ്നേഹത്തെ പ്രതിയാകുവാൻ കൃപയാകണമേ. കർത്താവെ, ആരെയെങ്കിലും ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് അവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളവരോട് അവിടുന്ന് പൊറുക്കണമേ. കർത്താവായ ദൈവമേ, ഭിന്നതകളും കലഹങ്ങളുമില്ലാതെ എല്ലാവരോടും അനുരഞ്ജനത്തിൽ വർത്തിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ അവിടുത്തെ സ്നേഹവും സമാധാനവും നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാനും ഞങ്ങളെപ്പോലെ തന്നെ അവരും ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളാണെന്ന് തിരിച്ചറിയുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. മറ്റുള്ളവരെ ഉപാധികളും കാപട്യവുമില്ലാതെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നല്ല ഈശോയെ, അവിടുന്ന് സ്നേഹം തന്നെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുവാൻ ഇടയാക്കണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും വേദനിക്കുന്നവർക്ക് സാന്ത്വനമാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ സ്നേഹത്തിനും യോഗ്യനായവൻ അങ്ങ് മാത്രമാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, ഇന്നേ ദിവസം വലിയ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അവിടുത്തെ തിരുമുൻപിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ ഹൃദയശാന്തത നൽകി ഞങ്ങളെല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, വ്യാകുല മാതാവേ, എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ദൈവസ്നേഹം നിറയുവാൻ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടിയും ദൈവസന്നിധിയിൽ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. നല്ല ദൈവമേ, അവിടുത്തെ തിരുമുൻപിൽ നിൽക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ അഹങ്കാരവും വ്യർത്ഥാഭിമാനവും വെടിഞ്ഞ് എളിമയിലും പരസ്നേഹത്തിലും ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തക്ക സമയത്ത് അമ്മ ഇടപെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ സമയത്തിനായി ക്ഷമയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളെയും ആകുലതകളെയും ഞങ്ങളുടെ നിരവധിയായ ആവശ്യങ്ങളെയും ഞങ്ങളിപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാതൃകരങ്ങൾ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന് സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, അവിടുന്ന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്ന്
തിരിച്ചറിവോടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നല്ല ദൈവമേ, അലറുന്ന സിംഹത്തെ പോലെ ഞങ്ങളെ ഉന്നം വെച്ച് ചുറ്റി നടക്കുന്ന പിശാചിനെ ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ആത്മീയ ശക്തി ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രത്യാശയോടെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ദുഷ്ടന്റെ കെണികളിൽ വീഴാതെ എല്ലാ പ്രിയ മക്കളെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. വിശ്വാസികൾ വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധവും മാതൃകാപരവുമായ ജീവിതം നയിക്കുവാനുള്ള ആത്മീയാഭിഷേകം നൽകി എല്ലാ മക്കളെയും പ്രത്യേകമാം വിധം സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഈ കാലങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ നിന്നും അകന്നുപോയ എല്ലാ മക്കളെയും പ്രത്യേകം ഓർക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കാത്ത വിധത്തിലുള്ള ജീവിത രീതികൾ പിന്തുടരുന്ന ക്രൈസ്തവ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയോടെ എല്ലാവരെയും അവിടുത്തെ സ്നേഹത്തിലേക്ക് തിരികെ വിളിക്കണമേ. ശത്രുവിന്റെ ചതിക്കുഴികളിൽ വീഴാതെ എല്ലാ മക്കളെയും അവിടുത്തെ തിരുരക്തക്കോട്ടയിൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഓരോ ദിവസവും പുതുമ നിറഞ്ഞ അവിടുത്തെ സ്നേഹത്തിന്റെ മാധുര്യം അനുഭവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. പിശാചിന്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവേ, പൈശാചിക ബന്ധനങ്ങളിൽ വീഴാതെ എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് എല്ലാ യുവതി യുവജനങ്ങളെയും കാത്തുകൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ദൗർബല്യങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളിൽ ദൃഢമായി വേരുപാകിയിരിക്കുന്ന എല്ലാ പാപബന്ധനങ്ങളെയും ജഡിക സ്വഭാവങ്ങളെയും ഞങ്ങളിൽ നിന്നും വേരോടെ പിഴുതു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങളുടെ ബലവും ബലഹീനതകളും മറ്റാരേക്കാളും നന്നായി അറിയാമല്ലോ. ഞങ്ങൾ വെറും കളിമണ്ണാണെന്ന് അവിടുന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തണമേ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങളെ പൂർണ്ണമായും ദൈവമേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ വിട്ടുതരുന്നു. ശ്രേഷ്ഠമോ മഹനീയമോ ആയ കളിമൺ പാത്രങ്ങളായി അങ്ങ് ഞങ്ങളെ മെനഞ്ഞെടുക്കണമേ. അവിടുത്തെ കൃപയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിക്കുവാനുള്ള അർഹതയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ആവശ്യങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങൾ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉയർത്തുന്നു. ഞങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. അങ്ങല്ലാതെ മറ്റാരാണ് ഞങ്ങൾക്ക് ആശ്രയമായുള്ളത്? അങ്ങയിലല്ലാതെ മറ്റാരിലാണ് ഞങ്ങൾ ആശ്രയിക്കേണ്ടത്? കർത്താവായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷയുമായിരിക്കണമേ. പരിശുദ്ധാമ്മേ, ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. മാനുഷികമായി അസാധ്യമെന്ന് കരുതുന്ന മോചനവും വിടുതലുകളും പ്രാപിക്കുവാൻ അത്ഭുതകരമായ ദൈവിക ഇടപെടലിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആലയമായ ഞങ്ങളുടെ ശരീരങ്ങളെ നശിപ്പിക്കുന്ന എല്ലാ തഴക്ക ദോഷങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെല്ലാവരെയും മോചിപ്പിക്കണമേ. കൃപാവരത്തിന്റെ സിംഹാസനത്തെ ഞങ്ങൾ പ്രത്യാശപൂർവ്വം സമീപിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഒരു നാളും ഞങ്ങളെ തള്ളിക്കളയരുതേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ മക്കൾക്കും എല്ലാ ഭവനങ്ങൾക്കും വേണ്ടി അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ.
പരിശുദ്ധ അമ്മേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയതും നൽകാനിരിക്കുന്നതുമായ സകല നന്മകൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മക്കളെയും പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, സ്നേഹം പരസ്പരം പങ്കുവെച്ച് കഴിയുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഈശോയെ, സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് അവിടുന്ന് വലിയ വില കൽപ്പിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി അവിടുന്ന് നൽകിയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. സമ്പത്തും സൗകര്യങ്ങളും അധികമില്ലെങ്കിലും സൗഹൃദങ്ങളിലും സാഹോദര്യത്തിലും ഞങ്ങൾ സമ്പന്നരായിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല ദൈവമേ, എന്നും അങ്ങയുടെ സ്നേഹത്തിലായിരിക്കുവാനും സഹോദരങ്ങളുമായി രമ്യതയിൽ കഴിയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കലഹിച്ചും തമ്മിലടിച്ചും കഴിയുന്ന എല്ലാ സഹോദരങ്ങളെയും ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈ പ്രാർത്ഥനയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ക്ഷണികവും നശ്വരവുമായ ഭൗതിക സമ്പത്തിനേക്കാൾ ഉപരിയായി അനശ്വരമായ ആത്മീയ സമ്പത്ത് നേടുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. അവിടുത്തെ കൃപയാൽ ഭിന്നതകൾ വെടിഞ്ഞ അനുരഞ്ജനത്തിന്റെ മാർഗത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ എല്ലാ മക്കളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ പരിശുദ്ധ ദൈവമാതാവേ, സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കും എല്ലാവർക്കും ലഭിക്കുവാൻ അമ്മ ഞങ്ങൾക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അമ്മ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ തകർച്ചകളിലും ഞെരുക്കങ്ങളിലും അങ്ങേ പുത്രനെ സ്തുതിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ഓർത്ത് മനോഹരമായ പദ്ധതികൾ വിഭാവനം ചെയ്ത് കാത്തിരിക്കുന്ന പിതാവേ, ഞങ്ങളെക്കുറിച്ചുള്ള ശുഭകരമായ അങ്ങയുടെ പദ്ധതികളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിച്ചറിയുന്നുവല്ലോ. അവിടുന്ന് യാതൊരു ഉപാധികളും കൂടാതെയാണ് ഞങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ട മക്കളായി തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ കൂട്ടവകാശികളാക്കി ഞങ്ങളെയും മാറ്റണമേ. ഞങ്ങളുടെ ജീവന്റെ മറുവിലയായി യേശുവിൻ്റെ ജീവനെ ബലിയായി സ്വീകരിക്കുകയും ചെയ്തതിന് ഞങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവന്റെ മഹത്വവും അമൂല്യതയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട സാധ്യതകളിൽ നിന്നും ഒരുങ്ങാതെയും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പരിമിതികളെ പരമാവധി സാധ്യതകളാക്കി മാറ്റുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, ഇന്നേ ദിനം എല്ലാ നവജാത ശിശുക്കളെയും ഞങ്ങൾ അവിടുത്തെ പൊൻകരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാമ്മേ, എന്നും ദൈവകൃപയുടെ കീഴിൽ വളരുവാനും ദൈവിക ജ്ഞാനത്താൽ നിറയുവാനും എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. മാതാപിതാക്കൾക്കും അവർ ആയിരിക്കുന്ന ഭവനങ്ങളിലും സമൂഹത്തിലും അനുഗ്രഹമായി മാറുവാനും എല്ലാ കുഞ്ഞുങ്ങളെയും ആശീർവദിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കരുണാപൂർവം സ്വീകരിച്ചുകൊണ്ട് എല്ലാം അവിടുത്തെ ഹിതം പോലെ ക്രമപ്പെടുത്തണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ സാമ്പത്തിക ജീവിതത്തിനും ഒപ്പം വളരുവാനും വികസിക്കുവാനും എനിക്ക് ലഭിച്ച എല്ലാ അവസരങ്ങൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. അവിടുന്ന് എന്നെയും എൻ്റെ ഭവനത്തെയും
തുടർന്നും അനുഗ്രഹിക്കുകയും ജീവിതത്തിൻ്റെ സുരക്ഷിതമായ നന്മയുടെ പാതയിലൂടെ എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും നയിക്കുകയും ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ഉയർന്നു വരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനുള്ള ജ്ഞാനവും ശക്തിയും നൽകുകയും ചെയ്യണമെന്ന് അമ്മയോട് അപേക്ഷിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്തിലും ശക്തമായ മധ്യസ്ഥതയിലും എനിക്കെപ്പോഴും ആശ്രയിക്കുവാൻ കഴിയട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എപ്പോഴും നന്ദിയുള്ളവളായിരിക്കട്ടെ. എനിക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അത്ഭുതങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ സമയത്തും അമ്മയുടെ സ്നേഹനിർഭരമായ സഹായം ഞാൻ തുടർന്നും പ്രതീക്ഷിക്കുന്നു. അത്ഭുതങ്ങളുടെ മാതാവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മയുടെ സംരക്ഷണത്തിനായുള്ള അമ്മയുടെ സ്നേഹപൂർവകമായ മധ്യസ്ഥതയ്ക്കും അമ്മ എനിക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി. അനിശ്ചിതത്വത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നിമിഷങ്ങളിൽ മുന്നോട്ടു പോകുവാൻ എനിക്ക് ശക്തിയും ധൈര്യവും നൽകിയ അമ്മയുടെ സാന്നിധ്യത്തിൽ എനിക്കെപ്പോഴും ആശ്രയിക്കുവാനിടയാകട്ടെ. വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും നിമിഷങ്ങളിൽ അമ്മയുടെ വെളിച്ചം എൻ്റെ ആത്മാവിന് ആശ്വാസവും പ്രത്യാശയുമാകട്ടെ. ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ അമ്മയുടെ സഹായവും സംരക്ഷണവും ആവശ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തെയും ഞാൻ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തെയും അമ്മ തുടർന്നും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും പിന്തുടരുവാനുള്ള ശരിയായ ദിശ കാണിച്ചു തരികയും ചെയ്യണമേ. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും ഓരോ ദിവസവും ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടുവാനുമുള്ള ശക്തിയും വിവേചനവും നൽകുന്ന അമ്മയുടെ സ്നേഹ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എനിക്കെപ്പോഴും അനുഭവപ്പെടട്ടെ. കൃപാസനം പ്രസാദപര മാതാവേ, എൻ്റെ പാത മുറിച്ചു കിടക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണമായി എന്നെ മാറ്റണമേ. എൻ്റെ വഴികാട്ടിയും സംരക്ഷകയുമായതിന് അത്ഭുതങ്ങളുടെ അമ്മേ, ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സംരക്ഷിക്കുകയും പ്രകാശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. നിരുത്സാഹത്തിൻ്റെയും നിരാശയുടെയും നിമിഷങ്ങളിൽ അത്ഭുതങ്ങളുടെ മാതാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ ആവശ്യമായ കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ നന്മയിലേക്കും അമ്മയുടെ മധ്യസ്ഥതയിലേക്കും ഞാനിതാ തിരിയുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും മികച്ച തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വിവേകവും വ്യക്തതയും എനിക്ക് നൽകണമേ. അമ്മയുടെ ദിവ്യപ്രകാശത്താൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും നയിക്കപ്പെടട്ടെ. അതുവഴി ഞങ്ങൾക്കെപ്പോഴും ശരിയും നീതിയും ചെയ്യുവാൻ ഇടയാകട്ടെ. സ്നേഹമുള്ള അമ്മേ, എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും അനുഗ്രഹിക്കണമേ. അവർക്ക് ആരോഗ്യവും സമാധാനവും സന്തോഷവും നൽകണമേ. ലോകത്തിൽ അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. പരിശുദ്ധാമ്മേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും അമ്മയുടെ സാന്നിധ്യത്തിനും സംരക്ഷണത്തിനും മാധ്യസ്ഥത്തിനും നന്ദിയായി ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ
ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.